അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, മീഡിയ ഈസ് ദ മെസ്സേജ്. നവമാധ്യമ ലോകത്തിൻ്റെ ആദ്യകാല സൈദ്ധാന്തികരിൽ പ്രമുഖനായ മാർഷൽ മക്ലുഹൻ തൻ്റെ വിശ്വപ്രസിദ്ധമായ അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ എന്ന കൃതിയുടെ 1-ാം അധ്യായത്തിന് നൽകിയ തലക്കെട്ടാണിത്. മാധ്യമം തന്നെയാണ് സന്ദേശം. പ്രസ്തുത അധ്യായത്തിൽ മക്ലുഹൻ ചൂണ്ടിക്കാണിക്കുന്ന സുപ്രധാനമായ വസ്തുതകളിലൊന്ന്, മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തെക്കാൾ ഉപരി അവ സൃഷ്ടിക്കുന്ന മാനസികവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങളെയാണ് നാം പരിഗണിക്കേണ്ടത് എന്നതാണ്. ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണെന്നും ജനാഭിലാഷങ്ങളുടെ കാവൽ നായ്ക്കളുമെന്നൊക്കെയുള്ള ക്ലീശേ സങ്കല്പങ്ങളിൽ നിന്ന് മാറി കോർപ്പറേറ്റ്, വർഗീയ, വംശീയ, വലതുപക്ഷ താല്പര്യങ്ങൾക്ക് മാധ്യമങ്ങൾ തീർത്തും വശംവദരായി കഴിഞ്ഞ സമകാലിക മറഡോക്കിയൻ മാധ്യമ സാഹചര്യത്തിലും ദശാബ്ദങ്ങൾക്കപ്പുറം മക്ലുഹൻ പറഞ്ഞു വെച്ച വാക്കുകൾ ഏറെ പ്രസക്തമാണ്. അരാഷ്ട്രീയതയിലേക്ക് ആർത്തലച്ച് ചെല്ലുകയും അരാജകത്വത്തെ ആവേശപൂർവ്വം ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ജൻസി തലമുറ നേപ്പാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും മഡഗാസ്കറിൻ്റെയും കെനിയയുടെയും ഒക്കെ രാഷ്ട്രീയ ഭൂപടങ്ങൾ മാറ്റിവരച്ചു കഴിഞ്ഞ വർത്തമാനകാല ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ വിളമ്പുന്ന അരാഷ്ട്രീയതയെക്കുറിച്ചുള്ള ആലോചനകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇന്ത്യൻ മാധ്യമ ലോകത്തിൻ്റെ ചരിത്രം ഒരർത്ഥത്തിൽ കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും അവബോധങ്ങളുടെയും ചരിത്രം കൂടിയാണ്. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഊർജ സ്രോതസ്സുകളായിട്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ആഗോള ഉദാരവൽക്കരണ നയത്തിൻ്റെ പേമാരിപ്പേത്തിൽ ഒലിച്ചിറങ്ങിപ്പോയത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളും മാധ്യമ നൈതികതയും കൂടിയായിരുന്നു. 90-കൾക്ക് ശേഷം ആഗോള മീഡിയ സംസ്കാരത്തിന് സംഭവിച്ച രൂപപരിണാമങ്ങളൊക്കെയും ഇന്ത്യൻ മാധ്യമങ്ങളെയും പിടികൂടി എന്നതാണ് വസ്തുത. കുത്തക മുതലാളിത്തം വീതം വെച്ചെടുത്ത സമ്പൂർണ്ണ കമ്പോളവൽക്കരണത്തിന് മാധ്യമങ്ങൾ കൂടെ വിധേയമായപ്പോൾ അനുവാചകരുടെ ചിന്തകളിലേക്കും തലച്ചോറുകളിലേക്കും നേരിൻ്റെ വെളിച്ചവും ചിന്തയുടെ വെളിച്ചവും പകർന്നു നൽകുകയും രാഷ്ട്രീയ ബോധ്യങ്ങളുടെ പ്രചാരകരായി മാറുകയും ചെയ്യേണ്ട മാധ്യമങ്ങൾ അരാഷ്ട്രീയതയുടെ കൊയിലോത്തുകാരായി മാറുന്ന ദുരന്തപൂർണമായ കാഴ്ചകൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. അശ്ലീലതകളും ആഭാസതരങ്ങളും ആസ്വാദനങ്ങളും പുതുതലമുറകളുടെ കെട്ടുകാഴ്ചകളായി എഴുന്നള്ളിക്കപ്പെടുന്ന പോസ്റ്റ് മോഡേണിസത്തിന്റെ നടുമുറ്റത്ത് അത്തരം അരാഷ്ട്രീയ അല്പത്തരങ്ങളുടെ വിതരണത്തിലും വ്യാപനത്തിലും നവമാധ്യമങ്ങൾക്കൊപ്പം മുഖ്യധാര മാധ്യമങ്ങൾ കൂടെ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള തിരിച്ചറിവ് പരമപ്രധാനമാണ്. മനുഷ്യത്വം ചവിട്ടിമെതിക്കപ്പെടുന്ന ഗസയുടെ തെരുവുകൾ അലോസരപ്പെടുത്താത്ത, ജനാധിപത്യ ഇന്ത്യയിലെ വോട്ടുകൊള്ളകൾ അസ്വസ്ഥരാക്കാത്ത, കുടിയൊഴിപ്പിക്കപ്പെടുകയും ദേശദ്രോഹത്തിന്റെ പട്ടമണിയുകയും ചെയ്യേണ്ടി വരുന്ന അനേകം നിസ്സഹായരായ മനുഷ്യരുടെ ആകുലതകൾ ആശങ്കപ്പെടുത്താത്ത ഒരു തലമുറ ഒട്ടകപ്പക്ഷിയുടെ സായുജ്യം തേടുന്ന അരാഷ്ട്രീയ വാർപ്പ് മാതൃകകളായി നമുക്കിടയിൽ ജീവിക്കുന്നുവെങ്കിൽ ആ തലമുറയെ രൂപപ്പെടുത്തിയെടുത്തതിൻ്റെ പിതൃത്വം മാധ്യമ ശിഖണ്ഡികൾക്ക് തന്നെയാണ്. രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പൈതൃകഭാരം പേറുന്ന നവകേരളത്തിൻ്റെ പുതുതലമുറയെയും ആശങ്കപ്പെടുത്തുന്നത് അരാഷ്ട്രീയത തന്നെയാണെന്നതിന് അനേകം അനുഭവങ്ങൾ സാക്ഷി. മതേതരത്വത്തിൻ്റെ തട്ടമയക്കുകയും PM ശ്രീയും SIR-ഉം ചർച്ചയാവുകയും ചെയ്യുന്ന കേരളീയ സാഹചര്യത്തിലും യുവതയെ അലോസരപ്പെടുത്തുന്നത് മെസ്സിയുടെ കേരള യാത്രയും ബിഗ് ബോസിലെ കോപ്രായങ്ങളുമൊക്കെയാണെങ്കിൽ അരാഷ്ട്രീയതയുടെ ഈ ബ്രോയിലർ മോഡലുകൾ മാധ്യമ മസ്തിഷ്ക ഷണ്ഡീകരണത്തിൻ്റെ ബാക്കി പത്രം തന്നെയാണ്. പുതുതലമുറയെ അരാഷ്ട്രീയ ആലയങ്ങളിലേക്കും അരാജകത്വ പ്രസ്ഥാനങ്ങളിലേക്കും ലഹരി മാഫിയ കൂട്ടുകെട്ടുകളിലേക്കുമൊക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്ന കാര്യസ്ഥൻ റോളിലാണ് ഇന്ന് മിക്ക മാധ്യമങ്ങളും നിലകൊള്ളുന്നത്. അബ്രപാളികളിലെ സൂപ്പർ സ്റ്റാറുകളെയും കളിക്കളങ്ങളിലെ സൂപ്പർ ഹീറോകളെയും അമാനുഷിക പരിവേഷത്തോടെ അവതരിപ്പിച്ച് ഫാൻസുകളെന്ന അനേകായിരം വിവേകശൂന്യരെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അരാഷ്ട്രീയതയ്ക്ക് ടോർച്ചടിച്ചു കൊടുക്കുന്ന മാധ്യമങ്ങളെയാണ് 1-ാം പ്രതിയാക്കേണ്ടത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ പരിസരങ്ങളിലും കരൂരിലെ ദളപതി വിജയുടെ പ്രസംഗവേദിക്ക് സമീപവും ചതഞ്ഞരഞ്ഞു പോയ അനേകം നിസ്സഹായ ജീവിതങ്ങൾ സാക്ഷി. വിവേകരാഹിത്യവും വിധ്വംസകതയും സമം ചേർന്ന് വിളമ്പുന്ന അരാഷ്ട്രീയതയുടെ പാചകപ്പുരയിൽ നിന്ന് രാഷ്ട്രീയ ബോധ്യങ്ങളുടെ വിചാരപ്പെടലുകളിലേക്ക്
പുതുതലമുറക്ക് വൈകാണിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം സ്വദേശാഭിമാനിയുടെ നാട്ടിലെങ്കിലും ജന്മമെടുക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.